ഗുഡ് മോർണിംഗ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നമ്മൾ മറ്റേ എപ്പോഴും ചായ കുടിക്കണ കട എത്തിയിട്ടാ. ഏത് സ്ഥലം? ചോൾ ജംഗ്ഷൻ. ഞാൻ അന്നൊരു വീഡിയോയിൽ പറഞ്ഞില്ലേ, ഞാൻ നെയ്യപ്പവും ചായയും കഴിച്ചൊരു കട അവിടെ എത്തി. കാണിച്ചു തരാം. ആ നെയ്യപ്പം ഉണ്ടോ എന്നത് കഴിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. രാവിലെ ഇപ്പം 6 മണിയായി. നോക്കട്ടെ. കുട്ടി ആ വരണേ. അങ്ങനെ നെയ്യപ്പം കിട്ടിയിരിക്കുകയാണ്. ഇലുവിന് കൊടുത്തു. മക്കൾ കഴിച്ചോ? അമ്മ വാങ്ങിച്ചിട്ട് വരാം കേട്ടോ. ഹലോ. അപ്പോൾ ഇതൊരു അൺപ്ലാൻ ട്രിപ്പാണ്. ഞങ്ങൾക്ക് രാത്രിയല്ല, ഒരു 10-12-1 മണിയൊക്കെ ആവാറായപ്പോൾ തോന്നി നാളെ രാവിലെ നമുക്കൊരു ട്രിപ്പ് പോയാലോ. ഈ തെങ്കാശി റൂട്ടൊക്കെ പോകാമെന്ന് വെച്ചു. നമ്മൾ തെന്മല, ചെങ്കോട്ട വഴി തെങ്കാശി അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ രാവിലെ ഒരു 5 മണിക്ക് മുമ്പേ ഇറങ്ങി കേട്ടോ. അങ്ങനെ ഇറങ്ങിയിട്ട് 6 മണിക്ക് ഒരു സ്ഥലത്ത് ചായ കുടിക്കാൻ തന്നതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ മധുരയിൽ പോയപ്പോൾ ഇതേ സെയിം ചായക്കടയിൽ കയറിയായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. നെയ്യപ്പത്തിൻ്റെ ടേസ്റ്റ് കാരണം അവിടെ വീണ്ടും കയറി. സെയിം നെയ്യപ്പം കിട്ടി. അങ്ങനെ നെയ്യപ്പമൊക്കെ വാങ്ങിച്ച് ഒരു ചായയൊക്കെ കുടിച്ച് ഇപ്രാവശ്യം ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പിന്നെ മോളും ഉണ്ട് കേട്ടോ, വേറെ ആരുമില്ല. അങ്ങനെ ഞങ്ങളൊരു ചെറിയൊരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. ഒരു 1 ഡേ ട്രിപ്പ്. ഞങ്ങൾ കരുതി ഈ തെങ്കാശി വഴിയുള്ള കുറച്ചുള്ള സ്പോട്ടൊക്കെ കറങ്ങി. ഞങ്ങൾ തെങ്കാശിയിൽ മുമ്പ് കുറേ പ്രാവശ്യം പോയിട്ടുണ്ട്. അവിടെ പല ഇഷ്ടപ്പെട്ട കുറേ സ്ഥലങ്ങളുണ്ട്. അവിടെ തന്നെയാണ് വീണ്ടും പോകുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് എക്സ്പ്ലോറിംഗ് ഒന്നുമില്ല. ഞങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒരു രാവിലെ ആയപ്പോൾ ഒന്ന് ഇറങ്ങാൻ തോന്നി, അത്രേ ഉള്ളൂ. ആ തൂക്കുപാലത്തിനായി ഫുള്ള് കുഴങ്ങന്മാർ. മഴ ചെറുതായിട്ട് ചുടുതിലോട്ട് പെയ്യുന്നുണ്ട്. ഇങ്ങനെ ഗ്ലാസ്സിൽ ഇടത്തിലിട്ട് രസമുണ്ട്. രസമുണ്ട്, വെറൈറ്റി ഉണ്ട്. അല്ലാന്ന് പറഞ്ഞാൽ എനിക്ക് അന്നേ ഉറങ്ങിയതുകൊണ്ടായിരിക്കും. ഞങ്ങളൊരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു കടയിലിറങ്ങി. അവിടെ നിന്നുള്ള ഈ വ്യൂ നല്ല ഭംഗിയാണ് കേട്ടോ. ഞങ്ങൾ എപ്പോഴും ഇതുവഴി വന്നാൽ ഈ കടയിൽ തന്നെയാണ് ഇറങ്ങുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഫോട്ടോ എടുക്കാറുണ്ട്. പിന്നെ നല്ല മഴയായിരുന്നു. മഴയെന്ന് വെച്ചാൽ ഭയങ്കര കൊടും മഴയൊന്നുമല്ല, എന്നാൽ ഒരു ചെറിയ മഴ. ഞങ്ങൾ പോകുന്ന സ്ഥലം ഫുള്ളുണ്ടായിരുന്നല്ലേ ഈ മഴ. വരാത്തല്ലോ അമ്മ പറയുന്നു. അങ്ങനെ പറഞ്ഞത് ബാബുരാജ് നല്ല മഴ വെളിയിൽ നല്ല മഴ. നല്ല മഴയല്ല വെളിയിൽ.
ഈ കടയിൽ കണ്ടോ കുരങ്ങന്മാരെ ശല്യം കാരണം അവർ ഗ്ലാസ്സിലൊക്കെ ഇങ്ങനെ തടി വെച്ചിട്ടുണ്ട്. നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാം കുരങ്ങന്മാരെ ഗ്ലാസ്സിൽ ഒന്ന് തട്ടലായിരുന്നു. അയ്യോ നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാൻ. എനിക്കിത് വേണ്ട. പ്ലേറ്റ് തരട്ടാ പ്ലേറ്റ്. എന്തായാലും കൂട്ടത് തമിഴ്നാട്ടിൽ കയറി അല്ലേ? ഇവിടെ മഴ പെയ്യും. ഇത് പോകുന്ന വഴി കണ്ടൊരു സ്ഥലമാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങളവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. പിന്നെ ഞങ്ങളിവിടെ പമ്പിൽ കയറി പെട്രോൾ അടിച്ചായിരുന്നു. നാട്ടിലേക്കാളും ഒരു 8 രൂപ കുറവാണ് കേട്ടോ ഇവിടെ. അങ്ങനെ ഞങ്ങളിപ്പോൾ സുന്ദരപാണ്ഡ്യപുരം ആ സൺഫ്ലവർ ഗാർഡനൊക്കെ കാണാമെന്ന് പറഞ്ഞ് പോവാണ്. പോകുന്ന വഴിക്ക് ഞങ്ങൾ കണ്ട ഒരു വ്യൂ പോയിൻ്റാണ് അന്യൻ പാറ വ്യൂ പോയിൻ്റ്. ഇത് ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനൊരു സംഭവമാണ്, ആൾക്കാരൊക്കെ ഇറങ്ങി കാണും എന്നൊക്കെ ഉള്ളത്. കാരണം ഈ വെള്ളം കണ്ടിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ ആൽമരമൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്നവിടെ ഇരിക്കാമെന്ന് കരുതി. അപ്പോഴാണ് മനസ്സിലായത് എല്ലാവരും അങ്ങോട്ട് നടന്നു കയറുന്നു. അപ്പോഴാണ് ഇതേപോലെ അന്യൻ സിനിമയിൽ മറ്റേ അണ്ടങ്കാക്ക കൊണ്ടക്കാരി ആ പാട്ടില്ലേ, ആ പാട്ട് ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ അതിൻ്റെ പെയിൻറ്റിങ്സ് ഒക്കെ ഇപ്പോഴും ചെറുതായിട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കാണാൻ കയറുന്നത്. ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആണെന്ന് ചോദിച്ചാൽ അറിയില്ല. അവിടെ ഗാർഡും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, ടിക്കറ്റും അങ്ങനെ ഒന്നുമില്ല. ആർക്ക് വേണോ പോയി കാണാം, റിസ്ക് എടുത്ത് പോയി കാണാം. ഭയങ്കര കാറ്റാണ് കേട്ടോ. കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റ്. അത് മുകളിൽ കയറുമ്പോൾ കാറ്റിങ്ങനെ ഭയങ്കരമായിട്ട് സത്യത്തിൽ ഫോണൊക്കെ കയ്യിൽ നിന്നൊക്കെ തെന്നി പോകുന്ന പോലത്തെ കാറ്റായിരുന്നു. അത്രയും കാറ്റുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ പോയപ്പോൾ അവിടുത്തെ പാറയിൽ ഈ കളറൊക്കെ നല്ല ഫെയ്ഡായി. പക്ഷെ എന്നാലും അറിയാൻ പറ്റുന്നുണ്ട് രജനീകാന്തിൻ്റെ ഫോട്ടോയും നമ്മുടെ MGRൻ്റെ ഫോട്ടോയൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കളറ് പോയി. ആ തറയിലൊക്കെ ഉണ്ടായിരുന്ന കളറൊക്കെ, ആ ഫ്ലവേഴ്സൊക്കെ വരച്ചിരുന്നൊക്കെ ഫുള്ള് പോയായിരുന്നു കേട്ടോ. നിറയെ ആളുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് ടൂറിസ്റ്റ് ബസ്സിലൊക്കെയാണ് വന്നത്. എനിക്ക് തോന്നുന്നു ഇതുവഴി പാസ് ചെയ്ത് പോയപ്പോൾ അവർ ഈ ഒരു വ്യൂ പോയിൻ്റ് കണ്ട് കയറിയതായിരിക്കും. എന്തായാലും നല്ല രസമാണ് കേട്ടോ. ഇവിടെ എന്തായാലും ഒരു പ്രാവശ്യം ഇതുവഴി നമ്മൾ കയറണം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നോക്കൂ, ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. അന്യൻ സിനിമ ഇറങ്ങിയത് 2005 തോന്നുന്നു. ഇപ്പോൾ 2025 ആയി. അപ്പോൾ ഒരു 20 വർഷത്തിൻ്റെ ഒരു പഴക്കമുണ്ട് കേട്ടോ ഈ പാറയ്ക്കല്ല ഈ പെയിൻറ്റിങ്സിന്. എന്തായാലും അതിപ്പോഴും ചെറുതായിട്ടൊക്കെ ആ പെയിൻറ്റ് അവിടെ ഉണ്ട്. നല്ലൊരു രസമാണ് കേട്ടോ കാണാൻ. നല്ല തിരക്കായി തുടങ്ങി എല്ലാ ആൾക്കാർ. നമ്മൾ നിൽക്കാണ്ടാവും കുറേ പേര് കയറുന്നുണ്ട്. അന്യൻപാറ എങ്ങനെയുണ്ട്? അന്യൻപാറ ഭയങ്കര കാറ്റ്, നിൽക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഇതിൽ പറന്നോന്ന് ചോദിച്ചാൽ നടത്തണം. ഫോണിൽ ഇങ്ങനെ വീടിരിക്കണ ഫോൺ കയ്യിൽ നിന്ന് പോകുമ്പോൾ തോന്നുന്നു. അത്രയ്ക്ക് കാറ്റായിരുന്നു. ഇപ്പം നമ്മൾ അതിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു ആൽമരമൊക്കെ ഉണ്ട്. നല്ല നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ. അങ്ങനെ ഇരിക്കും. ഇവിടെ കുറെ നേരം ഇരിക്കാൻ തോന്നുന്നു. നോക്ക്, ഓടല്ലേ നമുക്ക് മൂന്നാല് പേരാണ് നിൽക്കുന്നത്. എന്നിട്ട് പോയി കളിക്കാം. അങ്ങനെ ഞങ്ങൾ സൺഫ്ലവർ ഗാർഡനിലോട്ടാണ് പോകുന്നത് കേട്ടോ. ഇത് ഞങ്ങൾ ആദ്യം കണ്ട സൺഫ്ലവർ ഗാർഡനാണ്.
അവിടെ തന്നെ കയറി. കുറേ പിള്ളേർ അവിടെ വന്നിട്ട് ഇങ്ങനെ കൈ കാണിച്ച് വിളിക്കാറുണ്ട്, ഇങ്ങനെ ഇതുപോലെ കാണാം എന്ന് പറഞ്ഞ്. ഞങ്ങളപ്പോൾ ഫസ്റ്റ് കണ്ടതിൽ തന്നെ കയറിയായിരുന്നു. പിന്നെ ഇവിടെ നിറയെ ഒരുപാടുണ്ട് ഗാർഡൻസ്. എവിടെ പോയാലും സംഭവം ഒന്നാണ്, പക്ഷെ ചിലയിടത്ത് ക്വാണ്ടിറ്റി കൂടുതലാണ്. പക്ഷേ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു, വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ലതായിട്ടുണ്ട്. ഞങ്ങൾ പിന്നീടും കുറേ കണ്ടെങ്കിലും വേറെ ഒരു ഗാർഡനിലും ഇറങ്ങിയില്ല, കാരണം ഇവിടെ ഞങ്ങൾ കുറേ സമയം സ്പെൻഡ് ചെയ്തായിരുന്നു. ടിക്കറ്റ് വരുന്നത് 50 രൂപയാണ്. ടിക്കറ്റ് എന്നാലും ഞങ്ങൾക്ക് അതിൻ്റെ തുണ്ടൊന്നും കിട്ടിയില്ല, ജസ്റ്റ് അവിടെ നിൽക്കുന്ന അയാൾക്ക് ഒരു 50 രൂപ കൊടുത്തപ്പോൾ കയറി കണ്ടോളാൻ പറഞ്ഞു. വെയിലടിക്കണം മമ്മ. അകത്തുണ്ടോ? ഇവിടത്തോട്ട് വേറെ ഉണ്ടെന്ന് തോന്നുന്നുട്ടോ, കുറേ സൂര്യകാന്തി മറ്റേ ഇതേപോലെ പാടങ്ങൾ. നമ്മൾ ഇല്ല, നമ്മൾ വന്നപ്പോഴേ ഞങ്ങളിങ്ങോട്ട് വന്നപ്പോഴേ 2 കൊച്ചു പിള്ളേർ കൈ കാണിച്ച് നിർത്തിയിട്ട് ഇങ്ങോട്ട് സൺഫ്ലവർ ഗാർഡൻ ഉണ്ടെന്ന് കാണിച്ചു. നമ്മൾ അങ്ങോട്ട് വന്നതാണ്. ഇവിടോട്ട് വലിയ ഫ്ലവേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നില്ല, പക്ഷെ കുറച്ചുണ്ട്. അപ്പുറത്തെ സെക്ഷനിലൊക്കെ നിറയെ ഉണ്ടെന്ന് നമ്മൾ വീഡിയോസിൽ കണ്ടു. എന്നാലും അങ്ങോട്ടും പോകണം. എന്നാലും ഇവിടെ കാണാൻ കൊള്ളാം കേട്ടോ. ഇത് നടന്നു വരാത്തെന്തേലോ പേടിയാ? അവിടുന്ന് ഞങ്ങൾ നേരെ പിന്നീട് കറങ്ങി നേരെ പോയത് മേക്കര എന്ന് പറഞ്ഞൊരു വില്ലേജിലോട്ടാണ്. അവിടെ ഒരു ഡാമുണ്ട്, അടവി നയനാർ ഡാം. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയാണ് പോയത്. സംഭവം നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇതിനു മുമ്പ് മേക്കര വില്ലേജിൽ പോയപ്പോൾ അവിടെ ഒരു തിരക്കുമില്ല, 2 3 കാറേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്രാവശ്യം പോയപ്പോഴെന്ന് വെച്ചാൽ ഞെട്ടിപ്പോയി. കാരണം എന്ന് വെച്ചാൽ വണ്ടി ഇടാൻ സ്ഥലമില്ല. ഇവിടെയൊന്നും അല്ല, ആ ഡാമിൻ്റെ അടുത്തോട്ടൊന്നും എത്താൻ പോലും പറ്റില്ല, കാരണം ഇത് കുഞ്ഞു റോഡാണ്. അപ്പോൾ വണ്ടികൾ വന്നാൽ നമുക്ക് വളയ്ക്കാനോ തിരിക്കാനോ ഒന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ റിസ്ക് എടുത്ത് വണ്ടിയും കൊണ്ട് പോയി കഴിഞ്ഞാൽ പാടാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഒരു മിനി കേരളം. എനിക്ക് കേരളത്തിൽ പോലും ഞാൻ സത്യം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം കണ്ടിട്ടില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ഒരു മഴക്കോളും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് എന്ത് ഭംഗിയായിരുന്നു അറിയാവൂ. ഈ ഡാമിൻ്റെ അടുത്തോട്ടൊക്കെ പോകുമ്പോൾ നല്ല ആ വെള്ളം ഇങ്ങനെ വൈറ്റ് കളർ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം ആ ഡാമിൻ്റെ താഴെ കുളിക്കാം. അപ്പോൾ ഈ വരുന്നവരൊക്കെ കുളിക്കാനുള്ള സജ്ജീകരണമായിട്ടാണ് വരുന്നത്. കാരണം ഭയങ്കര സേഫാണെന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾക്ക് അറിയില്ല എത്ര നേരം. ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണ്, വേറെന്ന് പറയാൻ എനിക്ക് ഡാമിൻ്റെ അടുത്ത് പോലും പോകാൻ പറ്റില്ല, കാരണം അത്രയ്ക്ക് തിരക്കാണ്. ഞങ്ങളെ വണ്ടി അങ്ങോട്ട് പോയിട്ട് ഇടാനും പറ്റുന്നില്ല, വണ്ടി വളയ്ക്കാനും പറ്റില്ല, അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് ഡാമിൻ്റെ അടുത്തോട്ട് പോകാതെ ഈ സ്പോട്ടിലൊക്കെ ഒന്ന് കയറി ഫോട്ടോസൊക്കെ എടുത്ത് അവിടെയൊക്കെ കുറച്ച് നേരം. ഇവിടെ ഒരു കുഞ്ഞ് ഡാമുണ്ട് സൈഡിൽ, കുഞ്ഞ് ഡാമല്ല, കുഞ്ഞ് വെള്ളം പോകുന്ന സ്ഥലമുണ്ട്, അവിടെയൊക്കെ ഒന്ന് ഇറങ്ങി എന്നിട്ട് നമ്മൾ തിരിച്ച് പോവുക ചെയ്തത്. എന്നാലും ഇവിടെ സൂപ്പറായിരുന്നു കേട്ടോ. ഈ ഡാമിനടുത്ത് തന്നെ മേക്കര അമ്യൂസ്മെൻറ്റ് പാർക്കുണ്ട്. പിന്നെ ഇവിടെ കുഞ്ഞു കുഞ്ഞ് റിസോർട്ട് മോഡലിൽ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ തങ്ങയൊക്കെ ചെയ്യാം കേട്ടോ. ഇവിടെ തൊട്ടടുത്തല്ല, ഇതെല്ലാം കുറച്ച് ഇത്തിരി മാറി ഒരു ചെറിയ റിസോർട്ട് സെറ്റപ്പൊക്കെ ഉണ്ട്. വന്നപ്പോൾ കണ്ടായിരുന്നു. പക്ഷെ എല്ലാം നല്ല ഫുൾ ക്ലീനാണ് കേട്ടോ. ഇവിടെ നല്ല വൃത്തിയാണ്, ഒരു ചവറും ഒന്നുമില്ല, ഫുൾ ഗ്രീനിയാണ് മേക്കർ. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ കാണാൻ പറ്റാത്തതുകൊണ്ട് നേരെ പോയത് അച്ചൻകോവിലാണ് കേട്ടോ. അച്ചൻകോവിൽ ഇവിടെ നിന്ന് തൊട്ടടുത്താണ് അച്ചൻകോവിൽ. ഇവിടെ നിന്ന് 26 കിലോമീറ്ററേ ഉള്ളൂ. അതായത് മേക്കരയിൽ 26 കിലോമീറ്റർ ഉള്ളൂ. അങ്ങനെ നമ്മൾ അച്ചൻകോവിലോട്ട് പോവുകയാണ്. അച്ചൻകോവിലിൽ പോകുന്ന വഴിയെന്ന് വെച്ചാൽ ഹൈ റേഞ്ചാണ്. കയറുമ്പോൾ തന്നെ കുറച്ച് തണുപ്പ് തുടങ്ങും. റോഡൊക്കെ വളരെ ചെറുതാണ് കേട്ടോ.
ഞങ്ങൾ ഞെട്ടിപ്പോയി. ഞങ്ങൾ ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് പൊന്മുടി പോകുമ്പോഴാണ് ഞങ്ങളിങ്ങനെ തിരക്ക് കാണാറുള്ളത്. അത് ഹൈ റേഞ്ച് മുകളിലോട്ട് കയറുമ്പോൾ താഴോട്ടും കുറേ വണ്ടികൾ വരുന്നതിന് കാരണം ഞങ്ങൾ ഇതിന് മുമ്പ് മച്ചൻകോവിൽ പോയിട്ടുണ്ട്. പോയപ്പോൾ ഒരു തിരക്കും ഇല്ലായിരുന്നു. നല്ല കാം വഴിയാണ്, ഒരു തിരക്കും. 2-3 വണ്ടികൾ പാസ് ചെയ്തായി. അതിൻ്റെ ഇടയിൽ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ നമ്മൾ ഇറങ്ങി കുളിച്ചു, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം പോയപ്പോഴെന്ന് വെച്ചാൽ വണ്ടിയെന്ന് വെച്ചാൽ അതിൻ്റെ അയ്യോ എന്തോരം വണ്ടികളാണെന്ന് പറയുന്നത്. എല്ലാം ടൂറിസ്റ്റ് ബസ്സുകളാണ് കൂടുതലും. പക്ഷേ KL വണ്ടികൾ കുറവായിരുന്നു കേട്ടോ. ഫുൾ TN ആണ്. തമിഴ്നാട് വണ്ടികളാണ് കൂടുതലുണ്ടായിരുന്നത്. KL വണ്ടികൾ കുറവായിരുന്നു. ഇതുപോലുള്ള ഒരുപാട് വലിയ വലിയ ടൂറിസ്റ്റ് ബസ്സുകളാണ് ഞങ്ങൾ കണ്ടത്. നിറയെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ മഴ പെയ്യുന്ന കാരണവും ചെറിയൊരു മഴ പോയപ്പോഴുണ്ടായിരുന്നു. വാട്ടർഫോൾസിൻ്റെ അവിടെ നല്ല മഴയും വെള്ളം നല്ല കലങ്ങി വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വണ്ടികളൊക്കെ തിരിച്ചു വിട്ടു കേട്ടോ. എന്നിട്ട് അവർ പറഞ്ഞു, റിസ്ക് എടുത്ത് നിങ്ങൾ പോകണമെങ്കിൽ പൊയ്ക്കോ, പക്ഷേ ആരും അങ്ങനെ തിരിച്ചു പോകുന്നില്ല, ഭയങ്കര റിസ്ക് ആണെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു എന്തായാലും ഞങ്ങൾ റിസ്ക് എടുക്കുന്നില്ല, തിരിച്ച് പോകാമെന്ന് കരുതി ഞങ്ങൾ ചെക്ക് പോസ്റ്റ് വരെ പോയുള്ളൂ. ചെക്ക് പോസ്റ്റിൻ്റെ മുകളിലോട്ട് പോയില്ല, പിന്നെ തിരിച്ചു വന്നു. അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു യാത്ര, അതായത് ആ ഒരു തെങ്കാശി യാത്ര. എന്തായാലും വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു, നല്ല യാത്രയായിരുന്നു. കുറേ മെമ്മറീസ് കിട്ടി, കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റി. ഒരു അൺപ്ലാൻ ട്രിപ്പ്, എന്തായാലും അത് സക്സസ് ആയി. അപ്പോൾ എൻ്റെ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.